നമ്മുടെ ധനീഷിനെ കൊണ്ടിട്ട് ഞങ്ങൾ യാത്ര പോവാണ്. അത്യുഗ്രം നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ അതേ മോഡലുള്ളത് പറഞ്ഞാൽ സമ്മാനം നൽകുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മെഷീൻ ഞാൻ കൈ പിടിച്ചു. കൊച്ചുറാണി ചേച്ചിയുടെ അടുക്കള കയ്യേറിയിരിക്കുകയാണ് ഡയാന രാജകുമാരി. പിന്നെന്താ വായോ, ഇതാണ് നമ്മുടെ മെഷീൻ. ഗൂഗിളിൽ നിന്ന് കിട്ടിയതാ. അങ്ങനെ അവൻ ഞങ്ങളുടെ കുടുംബക്കാരനായി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം കാലത്ത് 7 മണിയാണ്. നമ്മുടെ ധനീഷിനെ കൊണ്ടിട്ട് ഞങ്ങൾ യാത്ര പോവാണ്. ധനീഷ് നമ്മളല്ലേ കൊണ്ടുപോണേ. അതായത് ധനീഷിൻ്റെ ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുത്ത് അതിൽ നിന്നുള്ള ഒരാൾക്ക് ഒരു അത്യുഗ്രം നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ അതല്ല കേട്ടോ, അതേപോലത്തെ അതേ മോഡലുള്ളത് പറഞ്ഞാൽ സമ്മാനം നൽകുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമ്മാനം കിട്ടിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ഞാറക്കൽ വശത്തെ മാലിപ്പുറം അവിടുത്തെ ചേച്ചിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടുപോയി എവിടെയാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഇവൻ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവന്റെ ഈ രീതിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നറുക്കെടുക്കണേന്റെ തലേദിവസം ധനീഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ നാളെ മറ്റേ ആപ്പ് വെച്ചിട്ട് നറുക്കെടുക്കാന്ന് പറഞ്ഞപ്പോ ദൈവമല്ല കാസർഗോഡൊക്കെ ആവോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. റോഡ് റെഡിയാക്കിയില്ലേ, 6:20 കാസർഗോഡൊക്കെ പാഞ്ഞു പോകാറ്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാം. നമ്മൾ എടുത്തിട്ട് ആ ചേച്ചിക്ക് ഇങ്ങനെ നമ്മള് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പം ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ഇന്ന് ഞായറാഴ്ചന് അവർക്ക് അവിടെ ഉണ്ടാവണല്ലോ അവര്. അപ്പോൾ ഞായറാഴ്ച കാലത്ത് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് സമ്മാനം കിട്ടിയ ആൾക്ക് അഭിനന്ദനങ്ങൾ. അയ്യോ എനിക്കല്ല, അവിടെ പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങള് പറവൂര് വഴി ഞാറക്കൽ വഴി മാലിപ്പുറത്തേക്ക്. ഞാറക്കലല്ലേ? ഞങ്ങളിവിടെ മാലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ കൊച്ചുറാണി ചേച്ചി ഭാഗ്യവതി, നറുക്കെടുത്തപ്പോ കിട്ടിയ ആള്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഒരു വഴിയാണ്. അപ്പൊ വണ്ടി പോവില്ല, അതുകൊണ്ട് നമ്മള് മെഷീൻ ഞാൻ കൈ പിടിച്ചു. അതിന്റെ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ധനീഷ് കൈ പിടിച്ചു. ഈ സ്ഥലത്തിന് ശരിക്കുള്ള പേരെന്ന് മാലിപ്പുറം അല്ലേ? മാലിപ്പുറം ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാ? അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഫേമസ് ഉള്ള ഒരാളാണ്. ഇവിടെ കണിക്കൊന്നൊക്കെ പൂട്ടുണ്ടല്ലോ. ഇവിടെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ കൊച്ചുറാണി ചേച്ചിയുടെ വീട്. അങ്ങനെ നമ്മള് വീടെത്തി. അങ്ങനെ ഭാഗ്യവതിയുടെ വീട്. എന്തിനാ ടെൻഷൻ? അതെ, ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയണല്ലേ, വേണ്ടായിരുന്നു. ഇവിടെ പരിചയമുള്ള വേറെ ആളുകളുണ്ട്. ഇവിടെ വരെ വന്നപ്പോ തന്നെ പണിയിലേക്ക് കടന്നു. എത്രയും വേഗം, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാനില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ. ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടാ. ഇതിപ്പോ നമ്മുടെ വീട്ടില് മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ മോഡലല്ല, നമ്മുടെ നീലായിരുന്നു. റെഡ്. ഇത് വെക്കാൻ പോണത് ഇവിടെയാണ് വെക്കാൻ പോണത്. പാത്രങ്ങൾ ഇവിടെയാണ് ഇപ്പൊ സ്ഥലം ഉള്ളത് കേട്ടാ വെക്കാനായിട്ട്. കാരണം സിങ്കിന്റെ അടുത്ത് വെക്കണം. അപ്പൊ ഈ പ്ലേറ്റുകളൊക്കെ കൊച്ചുറാണി ചേച്ചിയുടെ അടുക്കള കയ്യേറിയിരിക്കുകയാണ്. റാംജിറാവ് സ്പീക്കിങ്ങില് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറില്ലേ, കള്ളന്മാർക്ക് പറ്റിയ വേഷമൊക്കെ എടുക്കാനൊക്കെ. ആ പെട്ടിയൊക്കെ എടുത്ത് വലിച്ചിടുന്നു. ഇതെന്തോര സ്ഥലം? സ്ഥലത്ത് ഏതാണ്ട് വീട് അല്ലേ? ഒട്ടും മിറ്റൊന്നും അധികം ഇല്ല. അതെ, ഇതിങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് സ്ക്രൂ അഴിക്കണ്ട കേട്ടാ. എന്റെ അഴിക്കേണ്ട സാധനമൊക്കെ തിരിക്കാനുള്ള സാധനമൊക്കെ ഇല്ലേ? ഞങ്ങളിവിടെ ഇരുന്നു ഹാളില്. എന്താ വെച്ചാലേ ഒരു
പാത്രങ്ങൾ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് അവിടെ. അത് മാറ്റിയിട്ട് ആ സ്ഥാനത്താണ് നമുക്ക് ആ ഫിൽറ്റർ വെക്കാൻ പറ്റുള്ളൂ. സിങ്കിൻ്റെ അടുത്ത് തന്നെ വെക്കണമല്ലോ, വെള്ളം എടുക്കാനും പിന്നെ എൻ്റെ വേസ്റ്റ് വെള്ളം പോവാനും ഒക്കെയുള്ള സൗകര്യത്തിന് സിങ്കിൻ്റെ അടുത്ത് വെക്കണമല്ലോ. സാധനം ഊരാനായിട്ടുള്ള ഇലക്ട്രിക്കിന്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് എടുക്കാനായിട്ട് ധനീഷ് കാറിൽ അതിരിക്കണം. അപ്പൊ കാറിന്റെ അവിടേക്ക് പോയി. അപ്പൊ ഇത് കൊച്ചുറാണി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. എന്താ പേര്? വില്യം. എന്തിട്ടായിരുന്നു ജോലി? മർച്ചന്റ് നേവി. മർച്ചന്റ് നേവിയിലായിരുന്നു. എത്ര നാളായി അപ്പൊ പോന്നിട്ട്? റിട്ടയർഡ് ആയിട്ട് 7 വർഷമായില്ലേ? പെൻഷൻ വാങ്ങിക്കണം. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ. പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മാന് ജോലിയുണ്ട്, അങ്ങനെ കഴിഞ്ഞു. മകൻ എന്താ ചെയ്യണേ? മകൻ DP വേൾഡില്ലേ, കണ്ടിന്യൂ ടെർമല്, അവിടെയാണ് ജോലി. ആള് രാവിലെ പോയി ഉച്ചയ്ക്ക് എത്തും അല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തും. അവൻ ടാലി ക്ലർക്കാണ്. 2 മക്കളാണ് കേട്ടോ കൊച്ചുറാണി ചേച്ചിക്ക്. ഒരു മോനും ഒരു മോളും. മോള് +1 +2 പഠിക്കുന്നു. ഡയാന ഇവിടെ ഉണ്ട് കേട്ടോ. ആളെ കാണിച്ചു തരാം. കണ്ടു, അവിടെ വരുമ്പോ കണ്ടില്ലേ, നമ്മള് കേറുമ്പോ കണ്ടില്ലേ വിശദമായി പിന്നെ അതേ വരുന്നു. ഡയാന വരുന്നു. ഡയാന രാജകുമാരി. എവിടെയാ പഠിക്കണേ? സെന്റ് മേരീസ് എറണാകുളം. ഏതാ? കൊമേഴ്സ് കമ്പ്യൂട്ടർ. CA എടുക്കാനാണോ ആഗ്രഹം? ആ ഫീൽഡാണോ? കിട്ടിയതാണ്, എടുത്തതല്ല. അത് ശരി, കോമേഴ്സ് ഇഷ്ടമായിട്ട് എടുത്തതല്ല. എല്ലാ അലോട്ട്മെന്റും കൊമേഴ്സിന് തന്നെ വന്നു. അപ്പൊ പിന്നെ അതിനകത്ത് തന്നെ ഇനി ധനീഷിന്റെ ഫിറ്റിയിലാണ്. ഒരു 3.5 സെന്റ് സ്ഥലത്താണ് കേട്ടാ ഈ വീട്. ഇവിടത്തെ വീടുകളൊക്കെ അങ്ങനെയാ, കുറച്ച് സ്ഥലത്ത് നല്ല ഭംഗിയില് പൂന്തോട്ടം ഉള്ള പൂക്കളൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടാ. മൈലാഞ്ചി ഒക്കെ നിൽക്കുന്നുണ്ട്. മൈലാഞ്ചി കാട്ടിൽ പാറി പറന്ന് വരും മണിവർണ്ണ പൂവൻ ചേട്ടാ. ചേട്ടൻ ഈ വയസ്സേക്ക് വന്നു? ഞാനേ വന്നിട്ടുള്ളത് 1985 ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ ഈ നമ്മുടെ പേപ്പറിലൊക്കെ പരസ്യം കാണും. ITI ഉണ്ട്, ITC ഉണ്ട്. ITI ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ITC പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ടു, ITCയിലേക്ക് കോഴ്സുകൾ 3 കോഴ്സുകളുണ്ട്. അത് ഏതെങ്കിലും പഠിക്കാനായിട്ട് ഒരു അപേക്ഷ 10 കഴിഞ്ഞപ്പോൾ വെറുതെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കഴിയുമ്പോൾ എത്ര വേഗം എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഒരു അപേക്ഷ അപേക്ഷ അയച്ചപ്പോൾ ഞാറയ്ക്ക് 40 കൊല്ലം മുമ്പ് ഈ ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ ITCയിലേക്കാണ് അപേക്ഷ കൊടുത്തത്. 40 വർഷം മുമ്പ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ 85 എന്നിട്ട് ഞാനും ഷാജിൻ ചേട്ടനും കൂടിയിട്ട് ബസ് കയറി ഈ ഞാറയ്ക്കലേക്ക് വന്നു. ഈ സ്ഥലം അപ്പോൾ എന്തിട്ടാണ് ഈ സ്ഥാപനം എങ്ങനെയാണെന്ന് അറിയണം. ഇതൊക്കെ നമ്മൾ ചാലക്കുടി ITI കേട്ടിട്ടുള്ളത്, അത് ഇത്തിരി വലിയ ITI ആണല്ലോ. അപ്പോൾ അതുപോലത്തെ വലിയൊരു സ്ഥാപനമൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രതീക്ഷയോടെയാണ് വരുന്നത്. ഭയങ്കര പ്രതീക്ഷയോടെ വരുമ്പോൾ ഒരു മഴക്കാലത്താണ് കേട്ടോ, ജൂൺ മാസം നല്ല കനത്ത മഴയത്ത് വന്നിട്ട് റോഡ് സൈഡിൽ ഇറങ്ങി. അപ്പോൾ ആളുകളോട് ചോദിച്ചു ഈ ITC എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾക്കതൊന്നും അറിയില്ല. കാരണം നമ്മൾ വിചാരിച്ചു ഇത് വലിയ സ്ഥാപനമില്ല, അപ്പോൾ ആളുകൾ അറിയില്ല വിചാരിച്ചു. അപ്പോൾ ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഒരു സ്ഥലം കണ്ടെത്തി. ഇവിടെ ഒരു ITC ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അപ്പം നോക്കി ഇവിടെ ഇങ്ങനെ നടന്ന് റോഡിൻ്റെ ഇത് മെയിൻ റോഡ്, ഇപ്പോൾ ഞാറയ്ക്കൽ മറ്റേ ഈ ഫോട്ടോ വെച്ച് ഇങ്ങനെ പോകുന്ന റോഡ് സൈഡിൽ ഒരു കുഞ്ഞൊരു ഓടിട്ട് ഇടിഞ്ഞ് പൊടിഞ്ഞ് വിടാറായി ഒരു പെര. അതിന് മുന്നിൽ ഒരു ബോർഡ് എഴുതിയാണ് എന്നിട്ട് ITC എന്നാണ് പേരിട്ട് പോണത്. ഇതാണ് ITC. അപ്പോൾ അവിടെ ഒരു ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അറിയില്ല, ചിലപ്പോൾ അത് വിപുലീകരിച്ച് പോയിട്ടുണ്ടാവും. ഒരു ഞങ്ങളിവിടെ പോകുന്നതാ. ഒരു മാച്ച് ഇട്ടിട്ട് ആ മാച്ചാറ് ഇവിടെ കസാരയിൽ ഇതിലൊരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇവിടെ പഠിക്കണമെങ്കിൽ ഒരു വലിയൊരു ഫീസിൻ്റെ തുക പറഞ്ഞു. പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്നില്ലേ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഏതൊരു കോഴ്സാണ്, എനിക്കൊന്നും അറിയില്ല കോഴ്സിന്റെ പേരൊന്നും. അങ്ങനത്തെ ഫിൽറ്റർ, വെൽഡർ, നാവ് പറഞ്ഞതാ, വെൽഡർ, ടർണർ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണല്ലോ. എന്നിട്ട് പിന്നെ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസും നമുക്ക് താങ്ങാൻ പറ്റില്ല. നമുക്ക് മാസം 15 രൂപ നമുക്ക് ട്യൂഷന് ഒപ്പം വേണം, നിൽക്കാനുള്ള മറ്റേ ഫുഡ് താങ്ങിയ വാങ്ങാൻ കുറേ ഇതൊക്കെ വേണ്ടത്.
സാധനം കണ്ടോടുകൂടി തന്നെ അല്ല, ഫുഡിൻ്റെയും ഇതിൻ്റെയും ഫീസിൻ്റെ കാര്യമില്ല, ആ സ്ഥാപനം കണ്ടോടുകൂടി തന്നെ നമ്മൾ പരിപാടി ഉപേക്ഷിച്ചു, അവിടെ പോന്നു. തങ്കമണി ഇറക്കത്തുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ഞാനവിടെ ബസ് കയറാൻ നിൽക്കുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിള്ളേര് കയറി പോണ ഇറങ്ങി വരണൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാറക്കിലുമായിട്ടുള്ള എൻ്റെ ബന്ധം. സരിതയാണെങ്കിൽ കൊടുങ്ങല്ലൂരിന് ഇപ്പുറം ഇങ്ങോട്ട് കടന്നിട്ടില്ല, എറണാകുളം ജില്ലയിലേക്ക് പോയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. എറണാകുളത്തിൽ അല്ല, പോയിട്ടുണ്ട്. ഇവിടേക്ക് ഒരു സ്ഥലത്തേക്കായിട്ട് വന്നിട്ടില്ല. ഇവിടെ കിണറൊന്നല്ല കേട്ടാ, ഇവിടെ പീച്ചി വെള്ള, അല്ല ഇവിടുത്തെ കോർപ്പറേഷൻ വെള്ളാണ്. ഇത് കോർപ്പറേഷനാണോ? അല്ലല്ലോ, കോർപ്പറേഷൻ അല്ലേ. കൊച്ചിരാണി ചേച്ചി ഇങ്ങോട്ടേ ഈ ചേട്ടനോട് ചോദിച്ചാലും വില്യം ചേട്ടൻ്റെ അടുത്ത്. വില്യം ചേട്ടൻ്റെ അടുത്ത് ഇത് കോർപ്പറേഷൻ വെള്ള. ഇത് ഏത് പഞ്ചായത്താ? എളങ്കന്നപ്പുഴ പഞ്ചായത്തിന് ഇട്ടത്. എളങ്കന്നപ്പുഴ പഞ്ചായത്ത്. അപ്പൊ ഈ വെള്ളം എവിടെ ഈ വെള്ളം? ഇത് കോർപ്പറേഷൻ പഞ്ചായത്ത് വഴി കിട്ടുന്ന വെള്ളം. എവിടെ വല്ല കുളങ്ങളിന്ന്? കുളങ്ങളിന്നല്ല, ഈ ആലുവപ്പുഴയൊന്നും വാട്ടർ അതോറിറ്റി കോർപ്പറേഷൻ എന്ന് പറയും, വെള്ള കോർപ്പറേഷൻ. ചേച്ചി വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കും. ഇവിടുത്തെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാട്ടാ വീട്. അല്ലാന്നേ കടാ, കൊതുകിന്റെ നെറ്റ് ഇതിലാണ്ട് പറ്റില്ലല്ലേ. പുറത്തൊക്കെ ചെടി നനക്കാൻ വരുമ്പോ കൊതുക് തിരി എത്തിച്ചിട്ടാണ് ഇരിക്കണത്. ശരിയണ്ട. ഹലോ, ആരാണ് മനസ്സിലായ ശബ്ദം കേട്ടിട്ട്? എന്തോ പിന്നെന്താ വായോ, വയ്യാണ്ടിരിക്കാന്ന് പറഞ്ഞു. ആ ശരി, ശരി ശരി ശരി, ഞങ്ങളിവിടെ ഉണ്ട്, വായോ. കൊച്ചുറാണി ചേച്ചിയുടെ ചേച്ചിയാണ്, നമ്മുടെ കടുത്ത ആരാധികയാണ്. അപ്പൊ ആൾക്ക് നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആൾക്ക് പെട്ടെന്ന് എന്തോ വയ്യാണ്ടായി. അപ്പം എന്നാലും നമ്മൾ ഇത്ര അടുത്ത് വരെ വന്നല്ലേ എന്നിട്ട് ആളുകൾ വരുന്നുണ്ടെന്ന് പറയാം. ധനീഷിന്റെ മിഷൻ സ്ക്രൂ മുറുക്കണ ശബ്ദം സാധനം ധനീഷ് വെച്ചുട്ടാ. സക്സസ്. കൊടുത്തിട്ടില്ല കേട്ടാ, അത് കൊടുക്കണം. വെള്ളം കണക്ഷൻ കൊടുക്കാം. ടാപ്പിൽ നിന്ന് എടുത്തിട്ടാവും കൊടുക്കുക. വെള്ളം ഇവിടെ നിക്കൊന്നുമില്ലല്ലോ, 4 മണിക്കൂർ വരില്ലേ? ആണോ? അല്ല, ടാങ്കില് വെള്ളം ഉണ്ടാവില്ല എപ്പോഴും, മുകളിൽ അത് മതി. ഇതിലത്തെ ആദ്യത്തെ വെള്ളം കുറച്ച് ഒരു എത്ര വെള്ളം കളഞ്ഞാൽ മതി. ഇതിലത്തെ ഒരു പാത്രത്തിൽ പിടിച്ചിട്ടേ കളയാം, എന്നിട്ട് പിന്നെ ഉപയോഗിച്ചാൽ. കാരണം ഉള്ളിലത്തെ എല്ലാതും പുതിയ സാധനങ്ങളല്ല, അപ്പൊ അതിൽ കൂടെ വരുന്ന വെള്ളം പ്ലാസ്റ്റിക്കിന്റെ അതൊക്കെ ഉണ്ടാവും. എന്തൊരു തപ്പണത്? ഇതായിരിക്കല്ലേ. സമാധാനം കൊടുക്കുക, അവൻ ചെയ്യട്ടെ. പുറത്ത് പൂട്ടേണ്ടി വരുമോടാ? പൂട്ടിയില്ലേ? ഓക്കെ. സാധാരണഗതിയിൽ എന്നെ പിടിച്ചിട്ടകത്ത് അതുപോലെ ഇവന്റെ കാര്യം. പാവ ധനീഷ്. ധനീഷിനെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാ. ഞങ്ങൾക്ക് വീട്ടിൽ ഫിൽറ്റർ വയ്ക്കാൻ വേണ്ടിട്ടേ ആരാണ് അങ്ങനെ വിചാരിച്ചിട്ട് ഗൂഗിളിൽ ഇങ്ങനെ വാട്ടർ ഫിൽറ്റർ ഇതാക്കിയപ്പോ ഇവന്റെ പേര് വന്നു. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ കിട്ടിയതാളെ. അങ്ങനെ അവൻ ഞങ്ങളുടെ കുടുംബക്കാരനായി. നമുക്ക് അവിടെ കുഴൽക്കിണറായ കാരണം ഭയങ്കര ചെളിയാണ് ഈ വെള്ളത്തില്. അപ്പൊ പുറത്തും ഫിൽറ്റർ വയ്ക്കണം, എന്നിട്ട് അതിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് ടാങ്കിലേക്ക് പോവാ. കോർപ്പറേഷൻ വെള്ളം പണ്ടുണ്ടായിരുന്നു, അത് കട്ടായി പോയി. ആർക്കും അത് ആവശ്യമില്ല, എല്ലാവരും കുഴൽക്കിണർ അടിച്ചു. പൈപ്പ് വിരിഞ്ഞോട്ടോ, അത് ഈ പൈപ്പിൽ ഇങ്ങനത്തെ ഇരിക്കുന്ന കണക്ഷൻ കൊടുക്കാൻ കേട്ടോ ധനീഷ്. ഇപ്പോൾ വെള്ളം വന്നിറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് കൊച്ചുറാണി ചേച്ചിയുടെ വീട്. നേരത്തെ ഫോൺ വിളിച്ചില്ലേ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഫോൺ വിളിച്ചില്ലേ? അയ്യോ, ചേച്ചിയുടെ പേരെന്നിട്ടാ? മേരി എന്നാണ് കേട്ടോ ആ ചേച്ചി, ആൻറ്റീൻ്റെ പേര്. അപ്പോൾ ആള് വരുമ്പോൾ ഇപ്പം നമ്മൾ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട്, ആളെ ഒന്നാമത്തേൽ വയ്യാത്ത ആളാണ്, അതിൽ കൂടെ ഇത്തിരും കൂടി വയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ നമ്മളെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഈ വഴി കൂടെ നടന്നു വരുമ്പോൾ ആൾ വീണു. അപ്പോൾ അതേ ആളെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കെടുത്തി. കണ്ടാ, കുറച്ച് സമയമൊക്കെ സംസാരിച്ചു. പക്ഷേ അതേ ആൾക്ക് ഈ കയ്യേ വേദന,
കാണാനായിട്ടുള്ള ഇതിലങ്ങടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കിടന്നോ അപ്പൊ ചെരുപ്പിന്റെ തുമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കണ്ടായിരുന്നു, അത് തടഞ്ഞിട്ട് വീണു, അതാണ്ടായേ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. വീണ ആ സമയത്തൊക്കെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, ചായ എടുക്കുന്നുണ്ട്, ചായ കുടിച്ചാൽ ശരിയാവും കേട്ടാ. ഭയങ്കര ഇഷ്ടമായി. ഒരു വ്ളോഗും കണ്ട അത്ര എനിക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ല. ഭയങ്കരമായിട്ട് ഞാൻ റാണിയോട് എപ്പോഴും പറയാം, നമുക്ക് ഒരു ദിവസം പോയി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അല്ല നടക്കാൻ കുഴപ്പമില്ലെങ്കിൽ ഞാൻ പണ്ടേ വന്നേനെ നിങ്ങളുടെ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെയൊക്കെ കാണാനും കേട്ട്. എപ്പോഴെങ്കിലും ഒരു ദിവസം വരാട്ടോ. അതിനും കാണാൻ പറ്റുമല്ലോ. എനിക്ക് വേദന എന്നൊക്കെ മറന്നുപോയി. നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം കണ്ടിട്ട് എല്ലാവരും അന്വേഷണം പറഞ്ഞിട്ട് വലിയ ചേട്ടത്തിയോടും അവരോടൊക്കെ പറയണു. സ്വിച്ച് ഇട്ടു, എല്ലാം ശരി. ഓ ഭാഗ്യ ധനീഷ, വർക്കായി. ലീക്കൊന്നുമില്ല. ധനീഷിന്റെ പേരുണ്ടായിരുന്നു ഇവിടെ, ലീക്കൊക്കെ വരാവുന്ന. ലീക്കൊന്നുമില്ല. ധനീഷിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അപ്പോൾ വേസ്റ്റ് വെള്ളം ഇതിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേസ്റ്റ് വെള്ളം ചേച്ചിക്ക് ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു ടാങ്ക് വെള്ളമാകുമ്പോൾ അത് കളയണം, എന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാം. അങ്ങനെ വെള്ളം ഫസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ ഞാൻ. അയ്യോ, ആദ്യത്തെ 2-3 പാത്രം വെള്ളം നമ്മൾ കളയണം. 2-3 പാത്രം ടാങ്കിലത്തെ. നന്ദി. ഈ വെള്ളം പിന്നെ നേരിട്ട് തന്നെ കുടിക്കാം. ഇത് കളയണം അല്ലേ? അത് കളഞ്ഞു. ഇതിന് നിറയുമ്പോ തന്നെ നിൽക്കും. തന്നെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം വെള്ളം ഒരു ഡവറിലേക്ക് എങ്ങാനും മൊത്തം ഈ താഴെ വെള്ളം വെച്ചിട്ട് തുറന്നു വെക്കാം. വെള്ളം കളഞ്ഞോ ചെടിക്ക് എന്തിനു ചോദിച്ചോ? 2-3 ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കാം. കണ്ടോ? അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ മൊത്തം വെള്ളം കഴിയുമ്പോ അത് ഫുള്ള് കളയാം. അങ്ങനെ വീണ്ടും ഒരു ടാങ്ക് ഇത് നിൽക്കുമ്പോ ഒരു കുടുകുടു സൗണ്ട് കേൾക്കില്ലേ ചെറുതായിട്ട്. ഇതിന് നിൽക്കും. നിൽക്കുമ്പോ അതിലത്തെ ഏത് ലൈറ്റ് അടകത്താ? ഫുള്ളാകുമ്പോ അവിടുത്തെ ടാങ്ക് ഫുള്ളെന്ന് പറഞ്ഞ ലൈറ്റ് കത്തും. എംപ്റ്റി ആകുമ്പോ മെഷീൻ തന്നെ ഓൺ ആയിട്ട് പ്യൂരിഫിക്കേഷൻ എന്നുള്ള ലൈറ്റ് കത്തി നിൽക്കും. എല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കും ചേച്ചി. അത് ഇതിലൊക്കെ കാണിക്കൂട്ടാ. ടാങ്ക് ഫുള്ളെന്ന് കാണിക്കും. ഈ പച്ചയല്ലേ, ഇത് മാത്രം കത്തിക്കും. ഇപ്പൊ ഇത് കണ്ട നിൽക്കും, അത് നിൽക്കും, അത് നിൽക്കും. അത് മെഷീൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ മാത്രമാണ് അത് വർക്കാവുള്ള ചുമപ്പ്. ഈ പച്ചതേ ഫുള്ളെന്ന് പറയണതില്ലേ, അത് മാത്രം കത്തി. യൂസേഴ്സ് മാനുവൽ വാറണ്ടി കാർഡൊക്കെ ചേർന്ന സാധനം ഞാൻ ഡയാനയ്ക്ക് കൈമാറുന്നു. ചേച്ചി അവിടെ ചായ എടുക്കുന്ന തിരക്കിലാണ്. അപ്പൊ സൂക്ഷിച്ചോട്ടെ. അപ്പൊ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ധനീഷിനെ വിളിച്ചോ. ധനീഷിന്റെ നമ്പറിലില്ലേ? തരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാട്ടർ പ്യൂരിഫയർ ആവശ്യമുണ്ടെങ്കിൽ ധനീഷിന്റെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ധനീഷ് വിതരണം നടത്തും. സർവീസും ഉണ്ട് അല്ലേ? കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ഇങ്ങനത്തെ ഫിൽറ്റർ മാത്രമല്ല, പുറത്ത് വയ്ക്കണ വലിയ സിലിണ്ടർ ഒക്കെ ഇല്ലേ. ഇനി ധനീഷ് വീണ്ടും വരും 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഫിൽറ്റർ വയ്ക്കണല്ലോ, അത് വയ്ക്കാൻ വേണ്ടിട്ട് വരും. കണ്ട് തോൽക്കും ആൾക്കാര്. നാടൻ സ്വിമ്മിംഗ് പൂൾ. അതെ, അപ്പൊ ശരിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവാം. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടാ. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവത്തിന്റെ കൂടുതൽ അനുഗ്രഹം കിട്ടട്ടെ. ലോട്ടറി എടുക്കാറില്ല. അല്ല, ഭാഗ്യമുള്ള സമയമാണ് ഇപ്പോ. അപ്പൊ ശരി കേട്ടാ. മോനോട് അന്വേഷണം പറയും. എല്ലാവരും
ബീച്ചൊക്കെ പോയി ലൈറ്റ് ഹൗസിന്റെ ആ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടാ ഏയ് മുകളിൽ കയറില്ല ആ അല്ല 2 നിലയുടെ മുകളിലേക്ക് ഞാൻ കയറില്ല. ചേട്ടന് ഹൈറ്റ് പേടിയല്ലേ? പേടിയാ. എനിക്ക് കുഴപ്പമില്ല. ഇതെങ്ങനെ മുകളിൽ നിന്ന് അത്രയ്ക്ക് പറ്റില്ല. അതല്ലേ. നല്ല സ്ഥലത്തിനെ കേട്ടാലേ ഞങ്ങൾക്ക് ഫ്ലാറ്റിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ശരി പോട്ടാ. അപ്പൊ ഞങ്ങൾ പോവാണ്.